ഹായ് ഗായ്സ്, ക്രിസ്മസ് ക്രാഫ്റ്റ് പ്ലസ് ഡെക്കോർ വീഡിയോ കണ്ടാലോ? ഇത് ഞാൻ ലാസ്റ്റ് ഇയർ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണേ. അൺഫോർച്ചുനേറ്റ്ലി മടി കാരണം എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ എന്തിന് ചാനൽ തന്നെ തുടങ്ങാൻ പറ്റിയില്ല. ഈ ട്രീ ഉണ്ടാക്കാൻ നല്ല ടൈം വേണേ. അതുകൊണ്ട് ഈസി വേയിലൊരു ട്രീ ആണേ ഉണ്ടാക്കുന്നത്. ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് ഇതുപോലെ കുമ്പിൾ കുത്തി, നിങ്ങളുടെ നാട്ടിലും അങ്ങനെ തന്നെയല്ലേ പറയണത്, അതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് ബാലൻസ് ഒട്ടിച്ച് കൊടുത്ത് റൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമേ. അതിനുശേഷം റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അവിടെയും ബാലൻസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, ആ പേപ്പറിൻ്റെ ബാലൻസ് അറ്റഭാഗത്ത്. അങ്ങനെ ഇവിടെ നമ്മളുടെ കുമ്പിൾ റെഡി ആയിട്ടുണ്ട്. ഇനി കളർ ബോക്സിൽ നിന്നും ഗ്രീൻ കളർ എടുത്ത് ഒരു ഷീറ്റ് നിറയെ അടിക്കുക. ഗ്രീൻ കളർ ഷീറ്റ് അവൈലബിൾ ആണെങ്കിൽ അതാകും കുറച്ചുകൂടി സിമ്പിള്. ഞാൻ ഷോപ്പിലൊക്കെ തപ്പി പക്ഷെ കിട്ടിയില്ല. ഒരു ഷീറ്റ് പേപ്പർ മാത്രം മതിയാകും. നമ്മൾ ഫുൾ അടിച്ചു കൊടുക്കണം. ഫുൾ അടിച്ചതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മളുടെ കുമ്പിളിന് പറ്റിയ പീസായിട്ട് ചെറുതും വലുതുമായ കഷ്ണമായിട്ട് മുറിച്ചെടുത്ത് ഇതേപോലെ ചെറിയ ആദ്യമേ വലിയ 2-3 പീസ് ഉണ്ടാക്കുക. അതായത് ഇതുപോലെ റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ആകും പോലെ അതേപോലെ 2-3 എണ്ണം കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഇത് മുകളിലത്തെ ഭാഗത്തിന് വേണ്ടിയാണ്. നമ്മൾ ആദ്യമേ ചെറിയതായിട്ട് ചുറ്റി വലുതായിട്ട് ചുറ്റി പോകുമ്പോൾ പിന്നെ കുഞ്ഞതായിക്കൊള്ളുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അഡ്ജസ്റ്റ് ചെയ്താണെങ്കിലും നമുക്ക് ഒട്ടിച്ചാൽ മതിയാവും. ഇനി ഇതേപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നീളത്തിൽ കട്ട് ചെയ്ത് പോലെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരുപാട് സ്പീഡിൽ കട്ട് ചെയ്തപ്പം അത് ഫുള്ളായിട്ട് മുറിഞ്ഞു പോയി. ചെറിയ അവിടെ ഒരു സ്പേസ് വിടണം. നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിക്കാൻ പാകത്തിന് ചെറിയൊരു സ്പേസ് വിട്ട് വേണം ഇതേപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വിടുക ഫുള്ളും. ഇതേപോലെ മുകളിൽ കുറച്ച് സ്പേസ് ഉണ്ടോ, അത് വിട്ട് വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്യാൻ. പിന്നെ ഇതുപോലെ ചുരുട്ടിയെടുക്കുക. ഒരുപാട് പ്രഷർ കൊടുക്കണ്ട, ജസ്റ്റ് ഒരു ചെറിയൊരു വേവ് പോലെ വന്നാൽ മതി. എങ്കിലാണ് നമ്മളുടെ ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ, ഒരു പെർഫെക്ഷൻ തോന്നുകയുള്ളൂ. ഇനിയും റൗണ്ടിൽ പശ ചുറ്റി കൊടുത്ത് ഇനി നമുക്ക് ഓരോന്നായിട്ടെടുത്ത് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. ഇച്ചിരി മെനക്കെട്ട പണിയാണ്, പക്ഷെങ്കിൽ റിസൾട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ കൈകൊണ്ട് ഉണ്ടാക്കി വെച്ച് കാണുമ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. കാശ് കൊടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് വാങ്ങാം, പക്ഷേ എങ്കിൽ നമ്മളായിട്ടുണ്ടാക്കുമ്പം അതിനൊരു പ്രത്യേക ഭംഗിയല്ലേ. ഇതേപോലെ ചുറ്റി ഫുള്ളാക്കി ചുറ്റി കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മണ്ടയിലും കൂടെ കുറച്ച് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതോടെ എൻ്റെ ഒരു ട്രീയുടെ പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കും. ഇങ്ങനെയുണ്ട്, ഭംഗിയില്ലേ? അടുത്ത നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാം. ഇതേപോലെ സമചതുരങ്ങളായി 4 സൈഡും സെയിം പോലെ വരണം. ഞാൻ പക്ഷേ മടക്കിയപ്പോൾ ഇച്ചിരി കൂടുതലുണ്ട്, അതാണ് ഈ പീസ് കട്ട് ചെയ്ത് കളയുന്നത്. ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ മടക്കി വെട്ടിയെടുത്തിട്ട് നടുക്കൂടെ ഒരു ത്രികോണം പോലെ ട്രയാങ്കിൾ പോലെ നമ്മൾ വീണ്ടും മടക്കിയിട്ട് മടക്കിയ ഒരു വരയുണ്ടാവുമല്ലോ, ആ വരയുടെ അവിടെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കി ഒരു പ്ലെയിൻ പോലെ ഉണ്ടാക്കുക. ഇതേപോലെ. അതിനുശേഷം ബാലൻസ് വന്നിരിക്കുന്ന ആ മുകളിലത്തെ ട്രയാങ്കിൾ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് വീണ്ടും ആ ഭാഗത്തുനിന്ന് വീണ്ടും നടുക്കേക്ക് രണ്ടായിട്ട് മടക്കുക. ഇതേപോലെ കണ്ടോ. എന്നിട്ട് അവിടെ വന്നിരിക്കുന്ന ആ ഒരു ഡയമണ്ട് ഷേപ്പില്ലേ, അവിടേക്ക് നമ്മൾ പശ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇതിൻ്റെ എക്സ്ട്രാ ആയിട്ട് പോവുകയാണെങ്കിൽ ഫുള്ളി ഒട്ടിപ്പോകും. ഇതേപോലെ രണ്ടായിട്ട് ആദ്യമേ മടക്കുക. ആദ്യമേ സമചതുരം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വെട്ടിക്കളയേണ്ട വരത്തില്ല. അതിനുശേഷം ആ മടക്കിയതിൻ്റെ വരയുടെ അതുവഴി രണ്ടായിട്ട് വീണ്ടും മടക്കുക. ഇത് കണ്ടോ, ഇതേപോലെ ആ 2
വരയുടെ അവിടെയും അപ്പുറം ഇപ്പുറമായിട്ട് നമ്മൾ മടക്കുക. ബാലൻസ് വന്ന് ആ ഒരു ട്രയാങ്കിൾ മടക്കുക. വീണ്ടും അതേപോലെ തന്നെ മടക്കുക, നമ്മൾ ആദ്യമേ മടക്കിയ പോലെ. അതിൻ്റെ ബാലൻസ് വന്നിരിക്കുന്ന ആ ഡയമണ്ട് ഷേപ്പിൻ്റെ അവിടെ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു 5 7 9 ഞാനങ്ങനെ 5ൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട്, 7 ഇത് ലീഫ് വരുന്നതും ഉണ്ടാക്കിയിട്ടുണ്ട്, 9ൻ്റെ ഉണ്ട്. ലീഫിൻ്റെ എണ്ണം കൂടുമ്പം കാണാൻ കുറച്ചുകൂടെ ഭംഗി കൂടുന്നുണ്ട്. കണ്ടിന്യൂസ് ഇങ്ങനെ തന്നെ കുറേ ഇതുകൾ ഉണ്ടാക്കുക. സിമ്പിളാണ് ഇതുണ്ടാക്കാൻ. ആദ്യത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആദ്യമേ ഒന്ന് ട്രിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് മടക്കി ഉണ്ടാക്കാൻ പറ്റും. ഇത് ആദ്യമേ തന്നെ നമ്മൾ അളന്ന് മുറിക്കുകയാണെങ്കിൽ ഇത്രയും വേസ്റ്റ് പേപ്പേഴ്സ് നമുക്ക് കളയേണ്ട വരില്ല. ഇതിൻ്റെ ഈ റെഡൊക്കെ കളർ എനിക്കിവിടെ പേപ്പർ വാങ്ങിക്കാൻ കിട്ടിയിട്ട് അങ്ങനെ ഇതാക്കിയതാണ്. ഗ്രീനിൻ്റെ മാത്രമാണ് എനിക്ക് കിട്ടാതിരുന്നത്. ഇനി ഇതെല്ലാം ഇങ്ങനെ തുറന്ന് ഇനി ഒരു നമുക്ക് ഹാങ് ചെയ്യാൻ വേണമല്ലോ. ആ വേസ്റ്റ് പേപ്പറിൽ നിന്ന് തന്നെയാണ് അത് ഒരു രണ്ട് പേപ്പർ എടുത്ത് ഒന്ന് കൂട്ടിച്ചേർത്ത് വെക്കുന്നുണ്ട് ഞാൻ. ഒരു പശയൊക്കെ തേച്ചൊന്ന് ഇതാക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ അറ്റം ഉണ്ടല്ലോ, ആ അറ്റത്ത് ചേർത്ത് നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ആ ഒരു നമുക്ക് പിടിക്കാനുള്ള ഒരു ഹാങ്ങിങ്ങിനും അതും കൂടെ വെച്ച് ചേർത്ത് വെക്കുക. ഒന്നെങ്കിൽ ഫസ്റ്റിലത്തെ ലീഫ് ഒട്ടിക്കത്തില്ലേ, ആ സമയത്ത് വേണമെങ്കിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ 2 എണ്ണം കഴിഞ്ഞിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അത് ഇങ്ങനെ എല്ലാം കൂടെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു കട്ടിയായിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കാൻ പാകത്തിന് വെക്കുക. ഞാൻ ഈ സിസേഴ്സിൻ്റെ അറ്റമാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് അമക്കി പ്രസ് ചെയ്ത് ഇത് ഒരെണ്ണം ഞാൻ നേരത്തെ ഉണ്ടാക്കി നോക്കിയതാണ്. ഇനിയും ഇങ്ങനെ കുറേ ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ ഹാങ് ചെയ്തിടാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറേ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഞാൻ പിന്നെയും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കത് വരച്ച് ഇതാക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന പോലെ മടക്കിയെടുത്ത് ചെയ്തതാണ്. പിന്നെ ഞാൻ ഈ നോട്ട് സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ ഒരു പേപ്പറും അതാണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും സെയിം അളവ് വെച്ചിട്ടാണ്, ലെങ്തും വിഡ്ത്തും എല്ലാം സെയിം വരുന്നതാണ്. സോ അതും വെച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വളരെ അത്യാവശ്യം ചെറിയ രീതിയിലാണ് വന്നിട്ടുള്ളത്. അതും വെച്ചും കുറേ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം കുറേ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ സ്റ്റാർ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ? ഇനി ആ ഒരു ഭാഗം, ആ ഒരു 2 അടർന്നിരിക്കുന്നില്ല, ആ ഭാഗത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു ഹാങ്ങിങ് വെച്ചിരിക്കുന്ന ആ സംഭവം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഹാങ് ചെയ്തിടുമ്പം അത്ര ഒരു പെർഫെക്ഷൻ വരില്ല. ഒന്ന് നേരെ നിൽക്കുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ആ സൈഡിൽ അവിടെയൊക്കെയും ഇച്ചിരി അടർന്നിരിക്കുന്ന ഭാഗങ്ങളോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മളുടെ ക്രിസ്മസ് സ്റ്റാർ റെഡി. ഇതിന് വീണ്ടും ഞാൻ ഒരു 3 ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരെണ്ണം ഇത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് മടി കാരണം വീണ്ടും ഒട്ടിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് വീണ്ടും അതെടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഈ സമയത്ത് ഓൾറെഡി അത് ഒട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒട്ടാൻ വേണ്ടിയിട്ടും കൂടെ വെച്ചിട്ടുണ്ട്. ഒരേ ടൈമിൽ പലതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ചെറിയ സ്റ്റാർ പോലെ പേപ്പറിൽ കട്ട് ചെയ്ത് പെയിൻ്റ് അടിച്ച് വെക്കുന്നുണ്ട്. ഒരു റെഡ് കളറിലെ പെയിൻ്റാണ് ഈ ട്രീയിൽ ഒട്ടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ചെറിയ സ്റ്റാർ ഇങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്തിട്ടാണ് ഇതാക്കിയിരിക്കുന്നത്. വേസ്റ്റ് വന്ന പേപ്പറിൽ ഞാൻ ചെറിയ സ്റ്റാർ കട്ട് ചെയ്തു. ഇനി അത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനിടയ്ക്ക് എനിക്ക് എനർജി ഡ്രിങ്കായിട്ട് ഞാൻ കോഫിയും കുടിക്കുന്നുണ്ട് കേട്ടോ. ഇന്നെനിക്ക് ഓഫ് ഡേ ആയിരുന്നു. അപ്പം അതൊരു ഇനി ഇത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഷിഫ്റ്റ് എനിക്ക് നൈറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും പറ്റില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ. സോ ഈ വീക്ക് എന്തെങ്കിലും കഴിഞ്ഞ കൊല്ലമെങ്കിലും ഡെക്കോർ ചെയ്യണമെന്ന് ഓർത്തു, പക്ഷെ പറ്റിയില്ല ബിക്കോസ് ഓഫ് എൻ്റെ മടി. എന്തായാലും ഈ തവണ ഞാൻ ഇത് കളറാക്കും. ഇത് ഇത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്റ്റാറുകളാണ് കേട്ടോ. എനിക്ക് ചെറിയ ജലദോഷമാണ്, അത് ആ തൊണ്ടയൊക്കെ അടഞ്ഞ് ഒരു
ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിരത്തി വെച്ച് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയ സ്റ്റാറും എൻ്റെ ട്രീയും. ഇതാണ് ഒരു ട്രീ. ഇനി നമുക്കിത് ഡെക്കോറാക്കാം. ഇവിടെ ഞങ്ങൾ LED ബൾബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ റൂംമേറ്റാണ്. ഞങ്ങൾ വർക്കാവുമോ എന്ന് നോക്കുകയാണത്. അതിങ്ങനെ ചുറ്റി ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. ഒരു നൂൽക്കമ്പി പോലത്തെ ടൈപ്പ് ഓഫ് LED ആയിരുന്നത്. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതവിടെ ഹാങ് ചെയ്ത് ഇട്ടിട്ട് അവിടെ ആ ഒരു കർട്ടൻ വരുന്നില്ലേ, ആ ഭാഗത്തായിട്ട് ഒട്ടിച്ച് ചേർക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവളെ കൊണ്ടാണ് ഞാൻ മണ്ടയ്ക്ക് ഇതെല്ലാം ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ബിക്കോസ് എനിക്ക് നീളമില്ല, അവിടെ വരെ എൻ്റെ കയ്യെത്തില്ല. എല്ലാം ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്കാവുമോ എന്ന് നോക്കാം. വളരെ നൈസായിട്ടില്ലേ ഗൈസ്? എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്കിനിയും ഒരു ക്രിസ്മസ് ഫാദറിനെ ഉണ്ടാക്കിയാലോ. ഇനി അടുത്തത് എൻ്റെ ഊഴം ക്രിസ്മസ് ഫാദറിലേക്കാണ്. ഇത് സക്സസ് ആകുമോയെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം അത് അഡിക്വേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഒരു ബേസ് ബോർഡ് എടുത്ത് ഇതേപോലെ ഒരു മൂണിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ ക്രിസ്മസ് ഫാദറിൻ്റെ മീശയൊക്കെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താടി, പിന്നെ പെരുകം ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫെവിക്കോള് ഒടിച്ചു കൊടുത്തിട്ട് അവിടെയൊക്കെ ഇങ്ങനെ പഞ്ഞി കൊണ്ടിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഈ കോട്ടനൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഓടിക്കുമായിരിക്കും. ഇതിങ്ങനെ ചുറ്റി ഫുള്ള് ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഈ കോട്ടൺ ഫുള്ളായതുകൊണ്ടായിരിക്കും ഒരു ഇത് വന്നിട്ടില്ല. സാധനങ്ങൾ അഡിക്വേറ്റ് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഞാൻ ഈ താടിയും എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ താടി ഒരു സുമാറ് വന്നില്ല. 2 ഉണ്ട കണ്ണ് കൊടുത്തു. പിന്നെ ഒരു മൂക്കിന് വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ ഇങ്ങനെ ഉണ്ട പോലെയാക്കി അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടൊരു ബ്രൗൺ കളർ കൊടുത്തു. ഇനി ചീക്സിൽ കുറച്ച് ബ്ലഷൊക്കെ കൊടുക്കുക അപ്പൂപ്പന്. എൻ്റെ കയ്യിൽ ആദ്യമേ ഞാനൊരു നെറ്റ് ഫാബ്രിക് ഉണ്ടായിരുന്നു. ആ ഫാബ്രിക് വെച്ച് നോക്കിയിട്ട് എനിക്കവിടെ തൊപ്പി അങ്ങോട്ട് ശരിയാവുന്നുണ്ടായില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന റെഡ് പേപ്പർ വെച്ച് ആദ്യമേ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ആ നെറ്റ് വെച്ച് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. വലിയ സുമാറില്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊരു ക്രിസ്മസ് ഫാദറാണിത്. പിന്നെ അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു റൗണ്ടിൽ അതും ടിഷ്യൂ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു റൗണ്ടിൽ. എന്നിട്ട് അവിടെയൊക്കെ കുറച്ച് ഇലയൊക്കെ വെച്ച് കൊടുത്ത്, അത് പ്ലാസ്റ്റിക് ഇലയാണ് കേട്ടോ. ഇവിടെ ഇരുന്ന ഒരു ഫ്ലവറിൻ്റെ അത് പന്നയായി പോയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വെച്ചിട്ടാണ് അവിടെ അതൊരു രസമില്ലേ. ഫൈനലി ഇറ്റ്സ് മൈ ഔട്ട്പുട്ട്. How is it? എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.